നമസ്കാരം. സുമാർ ഒരു മാസം മുൻപ് വരെ നമ്മുടെ PV അൻവറിനെ സൈബർ സഖാക്കൾ വിളിച്ചുകൊണ്ടിരുന്നത് കടന്നൽ സ്റ്റാർ എന്നായിരുന്നു. അൻവർ ഒരു വിഷയം അങ്ങ് എടുത്തിടും. നമ്മുടെ സൈബർ സഖാക്കളാവട്ടെ അത് ഏറ്റെടുത്ത് സൈബർ ഇടങ്ങളിൽ ഉയിരാണ് അൻവർ, നല്ലതാണ് അൻവർ, സൂപ്പറാണ് അൻവർ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അൻവർ അവരുടെ കടന്നൽ രാജയായിരുന്നു. ഇവർ കടന്നലുകളും അൻവർ രാജാവും. ആ രാജാവിനെയാണ് ഇന്നലെ പാർട്ടി സെക്രട്ടറി ഡൽഹിയിലിരുന്ന് ഇനി അങ്ങയുടെ സഹകരണമൊന്നും നമ്മുടെ മുന്നണിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കടക്ക് പുറത്ത് എന്ന് പറയാതെ പുറത്ത് കളഞ്ഞത്. പുറത്തു പോയ അൻവർ വൈകുന്നേരം താൻ തീപ്പന്തമാണ് എന്നാണ് ഉറക്കെ പറഞ്ഞത്. പക്ഷേ തമാശ അതല്ല. കഴിഞ്ഞ ദിവസം വരെ സഖാവ് അൻവർ എന്ന് അൻവറിനെ വിളിച്ചവർ അൻവറിനെ ഇപ്പോൾ വിളിക്കുന്നത് വേറെ പേരുകളാണ്. ഉയിരാണ് അൻവർ എന്നൊന്നുമല്ല, കുറച്ചുകൂടി കട്ടി കൂടിയ വാക്കുകളാണ്. ഇതൊന്നും പറയാൻ പറ്റില്ല. സൈബർ ഇടങ്ങളിൽ പരതിയാൽ അത് കാണാം. പുറത്തുപോയ അൻവർ തീപ്പന്തമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അൻവറിൻ്റെ സ്വന്തം നാടായ മലപ്പുറത്തും അങ്ങോളം ഇങ്ങോളം പാർട്ടി സഖാക്കൾ അൻവറിൻ്റെ കോലം തീപ്പന്തമാക്കി. ഈ ഒരു വീഡിയോ ചെയ്യുവാനുള്ള ഒരു പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന മെസ്സേജാണ്. അല്ലെങ്കിൽ അതൊരു വാട്സപ്പ് ഫോർവേഡ് മെസ്സേജ് ആണോ എന്ന് പോലും എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒരു ഈശ്വര വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ ഒരു വ്യക്തിയാണ്. എന്നിരുന്നാലും നമ്മളുടെ മലയാളികളുടെ സ്വഭാവം അനുസരിച്ച് വൈകാരികമായിട്ടുള്ള ഏതൊരു വിഷയത്തിലും നമ്മൾ ആ വൈകാരികതയോടുകൂടി ഇടപെടാറുണ്ട്. അങ്ങനെ ഇടപെടുന്ന പല സംഭവങ്ങളുമുണ്ട്. അവസാനമെത്തിയ അർജുൻ്റെയും വയനാടിൻ്റെയും ഒക്കെ കാര്യത്തിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെയാണ് നമ്മൾ മലയാളികൾ ഇടപെട്ടത്. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ പുറത്തുള്ള രക്തച്ചൊരിച്ചിലുകൾ നടക്കുന്ന പല യുദ്ധങ്ങളിലും നമ്മൾ മലയാളികൾ ഇതേപോലെ തന്നെയാണ് പ്രതികരിക്കാറുള്ളത്. അങ്ങനെ നല്ല മനസ്സുള്ള നമ്മൾ മലയാളികൾ ഈ ഒരു കാര്യത്തിൽ കൂടി പ്രതികരിക്കേണ്ടതുണ്ട്. ദൈവം എന്നൊന്നുണ്ടെങ്കിൽ ആ ദൈവത്തിനോട് നമ്മൾ പറയേണ്ടതുണ്ട്: ദൈവമേ, അടുത്ത ജന്മത്തിലെങ്കിലും ഇവിടെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയവുമായി കൊണ്ടു നടക്കുന്ന ഈ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്ന സഖാക്കൾക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ന്യായീകരിക്കാതെ സ്വന്തം വ്യക്തിത്വത്തോടുകൂടി അഭിപ്രായം പറയുവാനുള്ള ഭാഗ്യം കൊടുക്കണേ. എന്തൊരു കഷ്ടമാണ് അവരുടെ കാര്യം. മനുഷ്യത്വ രഹിതം തന്നെയാണ്. കാരണം ഇന്നലെ അൻവറിന് കീജെ വിളിച്ചവർ ഇന്ന് അൻവറിനെതിരെ പ്രതിഷേധിക്കുന്നു. എന്തുകൊണ്ട്? പാർട്ടി പറഞ്ഞതുകൊണ്ട്. പലതിനെയും സത്യമല്ല എന്നറിഞ്ഞിട്ടും സത്യമാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിലും എന്തിന് സ്വന്തം വീട്ടുകാരുടെ മുമ്പിലും ന്യായീകരിക്കുന്നു. ഇങ്ങനെ ന്യായീകരിക്കുമ്പോഴും സ്വന്തമായി ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ പോലും അത് പുറത്ത് പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. ഈ ഒരു ജന്മത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ഇവർക്ക് ദൈവമേ, അടുത്ത ജന്മത്തിലെങ്കിലും നല്ലൊരു മനുഷ്യനായി തൻ്റെ അഭിപ്രായം പുറത്ത് പറയുവാനുള്ള യോഗ്യതയുള്ളവരായി ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ വീണ്ടും അവരെ ജനിപ്പിക്കണമേ. ഈ ഒരു മെസ്സേജിൽ വ്യക്തിപരമായി സഖാക്കളെ ഹത്യ ചെയ്യുന്ന ഒരു ചെറിയ ഹാസ്യമുണ്ടെങ്കിൽ പോലും സത്യം തന്നെയാണ് ഈ കാര്യങ്ങൾ. എന്നും ന്യായീകരിച്ച് ഈ പാർട്ടിയോടൊപ്പം ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഇത്തരം സഖാക്കളുടെ അടുത്ത അവസ്ഥ എന്താവും? അൻവറിനൊപ്പം പാർട്ടി നിന്നിരുന്നെങ്കിൽ ഇവർ എന്തു ചെയ്യുമായിരുന്നു? ഒന്നുകൂടി ആലോചിച്ചു നോക്കണം. കാരണഭൂതനോടൊപ്പമോ അതോ ആദ്യം പറഞ്ഞ സഖാക്കൾ തന്നെ ഓമനപ്പേരിട്ട് വിളിച്ച ഈ സ്റ്റാറിനൊപ്പമായിരിക്കുമോ ഇവർ? എന്തായാലും ഇതിനെല്ലാം ന്യായീകരിച്ച് പാർട്ടിയോടൊപ്പം ചെങ്കോട് പിടിച്ചു നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ വളരെ കഷ്ടം തന്നെയാണ്. എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ദൈവമേ, അവരുടെ കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കണമേ. നന്ദി, നമസ്കാരം.